ഇന്ത്യയുടെ എക്കോണമിക് ഗ്രോത്ത് ഔട്ട്ലുക്ക് ഇൻടാക്റ്റ് ആണെന്ന് സൂചിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന എക്കോണമിക് സർവേയും ഇന്ന് പുറത്തു വരാനിരിക്കുന്ന ബഡ്ജറ്റ് ഔട്ട്കവും മാർക്കറ്റിനെ വോളറ്റൈലാക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് 24,500 മുകളിൽ പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിരുന്നു. 24,500 അടുത്തുള്ള വൈൽഡ് സ്വിംഗ് ആണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റിൽ പ്രതീക്ഷിക്കേണ്ടത്. ബഡ്ജറ്റിന്റെ ഓരോ അനൗൺസ്മെന്റിനും അനുസരിച്ചുള്ള വൈൽഡ് സ്വിംഗ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നത്തെ ദിവസം സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ വരാൻ സാധ്യതയുള്ള ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്ന് CNTDLM. CNTDLത്തിന്റെ റവന്യൂ ഇയർ ഓൺ ഇയറിൽ 19% വർദ്ധിച്ച് 217 കോടിയിൽ നിന്നും 258 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 262 കോടി രൂപയുടെ റവന്യൂ ആണ് പ്രതീക്ഷിച്ചത്. കമ്പനിയുടെ എബിറ്റ 1.5% വർദ്ധിച്ച് 19.8 കോടിയിൽ നിന്നും 20 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 18.4 കോടിയുടെ എബിറ്റ പ്രതീക്ഷിച്ചു. എബിറ്റ മാർജിൻ 9% നിന്നും 7.8% ഇടിഞ്ഞെങ്കിലും മാർക്കറ്റ് എസ്റ്റിമേഷനേക്കാൾ ഉയർന്ന എബിറ്റ മാർജിൻ കമ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 8.6 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് ടോട്ടൽ പ്രോഫിറ്റ് 10.6 കോടിയായി ഉയർന്നു. പ്രോഫിറ്റിൽ 96% വർധന ഉണ്ടായി. ഇയർ ഓൺ ഇയറിൽ പ്രോഫിറ്റ് 5.4 കോടിയിൽ നിന്നും 10.6 കോടിയിലേക്ക് ഉയർന്നു. MRPLന്റെ ക്വാർട്ടർലി റിസൾട്ട് തികച്ചും നിരാശാജനകമാണ്. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 94% ഇടിഞ്ഞ് 1,136 കോടിയിൽ നിന്നും 65 കോടിയിലേക്ക് ഇടിഞ്ഞു. എബിറ്റ 6.5% ഇടിഞ്ഞ് 25,329 കോടിയിൽ നിന്നും 23,247 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 74% ഇടിഞ്ഞ് 2,329 കോടിയിൽ നിന്നും 603 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 9.19% നിന്നും 2.5% ഇടിയുകയും ചെയ്തു. സെൻസർ ടെക്നോളജിയുടെ റവന്യൂ 4.7% വർദ്ധിച്ച് 1,230 കോടിയിൽ നിന്നും 1,288 കോടിയിലേക്ക് ഉയർന്നു. 1,257 കോടി രൂപയുടെ റവന്യൂ ആണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എബിറ്റ 4.4% ഇടിഞ്ഞ് 179 കോടിയിൽ നിന്നും 172 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 14.6% നിന്നും 13.3% ഇടിയുകയും ചെയ്തു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 8% ഇടിഞ്ഞ് 173 കോടിയിൽ നിന്നും 158 കോടിയിലേക്ക് എത്തി. ഗ്രീൻലാം ഇൻഡസ്ട്രീസിന്റെ റവന്യൂ 17% വർദ്ധിച്ച് 515 കോടിയിൽ നിന്നും 605 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 594 കോടി രൂപയുടെ റവന്യൂ ആണ് ഗ്രീൻലാം ഇൻഡസ്ട്രീസിൽ നിന്നും പ്രതീക്ഷിച്ചത്. ഗ്രീൻലാം ഇൻഡസ്ട്രീസിന്റെ പ്രോഫിറ്റ് 40% ഇടിഞ്ഞിട്ടുണ്ട്. 33 കോടിയിൽ നിന്നും 20 കോടിയിലേക്കാണ് പ്രോഫിറ്റ് ഇടിഞ്ഞത്. മാർക്കറ്റ് 34 കോടി രൂപയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചു. എബിറ്റ മാർജിൻ 12.5% നിന്നും 10.6% ഇടിയുകയും എബിറ്റ 64 കോടിക്കടുത്ത് ഫ്ലാറ്റായി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. സുസ്ലോൺ എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 200% വർദ്ധിച്ച് 101 കോടിയിൽ നിന്നും 302 കോടിയിലേക്ക് എത്തി. 243 കോടി രൂപയുടെ പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. റവന്യൂ 50% വർദ്ധിച്ച് 1,381 കോടിയിൽ നിന്നും 2,022 കോടിയിലേക്ക് എത്തി. മാർക്കറ്റ് 2,132 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചു. എബിറ്റ 78% വർദ്ധിച്ച് 207 കോടിയിൽ നിന്നും 367 കോടിയിലേക്ക് എത്തുകയും എബിറ്റ മാർജിൻ 15% നിന്നും 18% ഉയരുകയും ചെയ്തു. ഇന്ന് ബജാജ് ഫിനാൻസ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ICICI സെക്യൂരിറ്റീസ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവരും. ഇനി ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന മറ്റ് ചില അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്ന് ജെൻസോൾ എഞ്ചിനീയറിംഗ്. ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി 116 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പവറിന്റെ പ്രിഫേർഡ് ബിഡറായി മാറിക്കഴിഞ്ഞു. 600 കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസ്ട്രക്ഷൻ പ്രോജക്റ്റാണ് ജെൻസോൾ എഞ്ചിനീയറിംഗ് എന്ന കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത്. പവർമെക് പ്രോജക്റ്റ് എന്ന കമ്പനിക്ക് ഉത്തർഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നും ഹോസ്പിറ്റൽ കൺസ്ട്രക്ഷന് വേണ്ടി 594 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ലെമൺ ട്രീ ഹോട്ടൽസ് ഗോവയിലും പഞ്ചാബിലും പുതിയ ഹോട്ടലുകൾ ഓപ്പൺ ചെയ്തു. ഗോവയിൽ 57 റൂമുള്ള ഹോട്ടലും പഞ്ചാബിൽ 44 റൂമുള്ള ഹോട്ടലുമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഫണ്ട് റൈസ് പോയിന്റ് ഓഫ് വ്യൂ ജൂലൈ 26 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. ഓയിൽ ഇന്ത്യ എന്ന കമ്പനി നോർവേ ബേസ്ഡ് കമ്പനിയായ ഡോൾഫിൻ ഡ്രില്ലിംഗ് എന്ന കമ്പനിയുമായി ചേർന്ന് ഡോൾഫിൻ ഡ്രില്ലിങ്ങിൻ്റെ യൂണിറ്റ് ഹയർ ചെയ്യുന്നതിന് വേണ്ടി കോൺട്രാക്റ്റിൽ ഒപ്പുവെച്ചു. അതുപോലെ തന്നെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ശ്രദ്ധിക്കാം. റിലയൻസ് ലിഥിയത്തിൻ്റെ 12.7% സ്റ്റേക്കുകൾ റിലയൻസ് ന്യൂ എനർജി 3.7 മില്യൺ യൂറോയ്ക്ക് അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്